ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും പറയുന്ന ഒരു പരാതിയാണ്, ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യമാണ്, എന്താണ് ഇത് പോവാനുള്ള വഴി? ഉറുമ്പുകളെ കൊല്ലാമോ? കരിച്ചു കൊല്ലാൻ പാടില്ലെന്ന് നബിതങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ. പിന്നെ ഉറുമ്പുകളെ എങ്ങനെ കൊല്ലും? ഉറുമ്പ് പൊടി ഇടാമോ? ഉറുമ്പ് വീണ ചായ കുടിക്കാമോ? അതോ അത് നജസാണോ? തുടങ്ങി ഉറുമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ചില മസ്അലകൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അവസാനം വരെ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ശർറ് ബലാ മുസീബത്തുകളെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മളെല്ലാവരും നമ്മുടെ വീടുകൾ പരിശോധിച്ചാൽ, ഞാൻ ഇപ്പോൾ പറയുന്നത് എൻ്റെ റൂമിലിരുന്നാൽ, ഈ റൂം തന്നെ പരിശോധിച്ചാൽ എൻ്റെ ഈ റൂമിൽ തന്നെ മൂന്നാല് സൈസുള്ള ഉറുമ്പുകളെ കാണാം. അതൊരു വീടാകുമ്പോൾ 1, 2, 3, 4, 5 രൂപത്തിലുള്ള ഉറുമ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉറുമ്പെന്ന ഉറുമ്പിൻ കൂട്ടങ്ങളെ കാണാൻ പറ്റും. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജീവിയാണ് ഉറുമ്പ് എന്നുള്ളത്. ഉറുമ്പിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നുണ്ട്. ഒന്നാമതായി ഉറുമ്പിൻ്റെ ഐക്യമുള്ള ജീവിയാണ് ഉറുമ്പ് എന്നുള്ളത്. ഉറുമ്പ് ഐക്യമുള്ള ജീവിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ല. പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജീവി എന്ന് തന്നെ പറയാം ഉറുമ്പുകളാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പുകളുടെ ഭാഷ മനസ്സിലാക്കിയ ആളായിരുന്നു. അള്ളാഹു തആല അറിയിച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ സർവ്വസാധാരണമായി എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു ജീവിയാണ് ഉറുമ്പ് എന്നുള്ളത്. ഉറുമ്പില്ലാത്ത ഒരു രാജ്യം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ കാക്കയില്ലാത്ത, അതുപോലെ പട്ടിയില്ലാത്ത ഒരുപാട് നാടുകളുണ്ട്. നായയില്ല, കാക്കയില്ലാത്ത നാടുകളുണ്ട്. എന്നാൽ ഉറുമ്പില്ലാത്ത ഒരു നാട് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ 100ാമത്തെ ഫ്ലാറ്റിലാണ്, 100ാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും ഈ ഉറുമ്പ് എങ്ങനെയോ അവിടെ എത്തും. കുറച്ച് നേരം കുറച്ച് പഞ്ചസാരയോ തേനോ ഒക്കെ എവിടെയെങ്കിലും ഒഴിച്ചു വെച്ചാൽ, മധുരമുള്ള ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവിടെ ഉറുമ്പ് വരും. അതെങ്ങനെ വരുന്നു, ഈ കുഞ്ഞൻ ഉറുമ്പുകൾ എങ്ങനെ വരുന്നു എന്ന് അള്ളാഹുവിന് മാത്രം അറിയാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ വീട്ടിൽ പഞ്ചസാരയോ ശർക്കരയോ മധുരമുള്ള ഏത് വസ്തുക്കൾ വെച്ചാലും ഉറുമ്പുകൾ വരാറുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു മസ്അല മനസ്സിലാക്കി വെക്കുക. അതായത് പല ആളുകളും, പല ഉമ്മമാരും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഈ ചായയിൽ ഉറുമ്പ് വീണാൽ ആ ചായ നജസാകുമോ, ചായ പിന്നെ കുടിക്കാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു സംശയമുണ്ട്. ഇവിടെ മഹത്തുക്കളായ ഉലമാക്കൾ, നമുക്ക് ഫിഖിഹിൻ്റെ കിതാബുകളിൽ കാണാം, ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികൾ, ഒലിക്കുന്ന രക്തമില്ല, അതായത് അറുക്കുന്ന സമയത്ത്, അതിനെ കൊല്ലുന്ന സമയത്ത് ഒലിക്കൂല, രക്തം ഒലിക്കൂല, അങ്ങനെയുള്ള ജീവികളിൽ പെട്ടതാണ് ഉറുമ്പ്. അപ്പോൾ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളിൽപ്പെട്ട ഉറുമ്പ്, അത് മറ്റ് ജീവികൾ, അത് നമ്മുടെ ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ നാരങ്ങാ വെള്ളമോ അതിൽ വീണ് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വിധി? ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ ഉണ്ട്. ആ ഒരു ഗ്ലാസ് ചായയിൽ നമ്മൾ മധുരമിടുകയാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര പാട്ട് തുറന്നപ്പോൾ അതിൽ ഒരുപാട് ഉറുമ്പുകൾ നമ്മൾ കണ്ടു. ഒരുപാട് ഉറുമ്പുകൾ. പരമാവധി നോക്കി ഉറുമ്പിനെ കളയാൻ. എല്ലാം ജീവനുള്ള ഉറുമ്പാണ്, അത് ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തു, നോക്കുമ്പോൾ അതിനകത്ത് ഉറുമ്പുണ്ട്, 2-3 ഉറുമ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ചായയിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഇളക്കി, എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തു. അപ്പോൾ പിന്നെ ആ ഉറുമ്പ് പോയല്ലോ, അരിച്ചെടുത്ത് പിന്നെ നമ്മൾ കുടിച്ചു. അത് നമുക്ക് കുഴപ്പമില്ല. അതായത് ജീവനോടെ നമ്മൾ പഞ്ചസാര എടുത്തപ്പോൾ ആ പഞ്ചസാരയുടെ ഇടയിലൊക്കെ ജീവനോടെ ഉറുമ്പുണ്ട്. ആ ഉറുമ്പിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു ഗ്ലാസ് കുറഞ്ഞ വെള്ളം, അല്ലേ, ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം അതിലേക്ക് നമ്മൾ ഇട്ടു. നമ്മളിങ്ങനെ കലക്കുന്നു. അത് ജീവനുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട സമയത്തും ആ വെള്ളത്തിൽ വീണപ്പോൾ അത് ജീവനുണ്ട്. നമ്മൾ ഇളക്കുന്ന സമയത്തിന് ആ സ്പൂണിൻ്റെ ഇടയിൽപ്പെട്ട് അത് മരിച്ചാലും അത് ചത്താലും കുഴപ്പമില്ല. എന്താണ്? നമുക്ക് ആ ചായയോ ആ വെള്ളമോ നാരങ്ങ വെള്ളമോ കുടിക്കൽ കുഴപ്പമില്ല, അനുവദനീയമാണ്, ജായിസ.
കാരണം എന്താ, നമ്മളത് പഞ്ചസാര ഇട്ടപ്പോൾ ആ ചായയിലേക്ക്, ആ കുറഞ്ഞ വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് ആ ഉറുമ്പിന് ജീവനുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. നമുക്ക് കുടിക്കാൻ കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ മസാല, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, ഒരു ഗ്ലാസ് ചായ എടുത്തു, ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം, അതിലേക്ക് നമ്മൾ മധുരം ഇടുകയാണ്. മധുരം ഇടാൻ വേണ്ടി നമ്മളിങ്ങനെ പഞ്ചസാര കോരിയ സമയത്ത് അതിൽ 1-2 ഉറുമ്പ് കണ്ടു. ഉറുമ്പൊക്കെ ചത്ത് കിടക്കുകയാണ്. ആ പഞ്ചസാരയിലുള്ള ഉറുമ്പുകൾ ചത്ത് കിടക്കുകയാണ് എങ്കിൽ ആ ചത്ത ഉറുമ്പുള്ള പഞ്ചസാര നമ്മൾ ആ ചായയിലേക്ക് ഇട്ടാൽ ആ ചായ നമുക്ക് കുടിക്കാൻ പാടില്ല. ആരും ശ്രദ്ധിക്കാത്തൊരു മസാലയാണിത്. എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മസാലയാണ്. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നിട്ട് നമ്മൾ പഞ്ചസാര എടുത്തിങ്ങനെ കലക്കുമ്പോൾ അതിൽ ചത്ത ഉറുമ്പുകളുണ്ടെങ്കിൽ അത് എന്താ പറയുക, ഇപ്പോൾ നജസായ വെള്ളമാണ് നമ്മൾ കൊടുക്കുക എന്ന് നമുക്ക് പറയാം. അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി ഉറുമ്പ് കയറാത്ത രൂപത്തിൽ നമ്മൾ പാത്രങ്ങൾ സുരക്ഷിതമായി വെക്കുക. പിന്നെ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത്, ജീവനോടെയാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ ജീവനോടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട്. നമുക്കതെല്ലാം കളയാനുള്ള ടൈമില്ല. കാരണം വിരുന്നുകാരൻ വന്നേക്കുന്നു, നമ്മൾ പെട്ടെന്ന് ഇട്ടു, ഇളക്കി, അപ്പോൾ ഉറുമ്പ് അതിനകത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞു കൊടുത്തു. നമ്മൾ കൈ കൊണ്ട് എടുത്തു, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ കോരി എടുത്ത് കളഞ്ഞു എങ്കിൽ ആ ചായ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത്, ചത്ത ഉറുമ്പിനെ ഇട്ടിങ്ങനെ ഇളക്കി, പഞ്ചസാരയാണെങ്കിലും അല്ലെങ്കിൽ ശർക്കരയാണെങ്കിലോ മധുരമുള്ള വസ്തുക്കളിൽ ചത്ത് കിടക്കുന്ന ഉറുമ്പാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ ചായ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമ്മൾ ജീവനോടെ നമ്മൾ പഞ്ചസാര ഇട്ടു, ആ പഞ്ചസാര ഇട്ടപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു ആ ഉറുമ്പിന്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ, അല്ലെങ്കിൽ ചൂടുള്ള ചായയാണ്, ആ ചായയിലേക്ക് പഞ്ചസാര ഇട്ടപ്പോൾ ആ ചൂട് കൊണ്ട് ആ ഉറുമ്പ് അതിനകത്ത് കിടന്ന് ചത്തുപോയി എങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ മസാല മനസ്സിലാക്കി വെക്കോട്ടെ, എല്ലാ ഉമ്മമാരും മനസ്സിലാക്കി വെച്ചോ. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വളരെ നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ചിരട്ടയൊക്കെ കത്തിക്കാൻ എടുക്കും, വിറക് കത്തിക്കാൻ എടുക്കും, ചൂട്ട് കത്തിക്കാൻ എടുക്കും. പിന്നെ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, അറക്കപ്പൊടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, ഈ മരത്തിൻ്റെ പൊടി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ എന്ത് കത്തിക്കാൻ നമ്മൾ ഉപയോഗിച്ചാലും അതിൽ ഉറുമ്പുകളില്ല, ചെറിയ ജീവികളില്ല എന്ന് ഉറപ്പ് വരുത്തുക. ചിരട്ടയാണെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കൊട്ടിയിട്ട് ഉറുമ്പൊന്നും ഇല്ലെന്ന് മാത്രം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അടുപ്പിലേക്ക് വെക്കാവൂ. അതുപോലെ തന്നെ വിറകുകൾ 2-3 പ്രാവശ്യം കൊട്ടി നോക്കണം. 2-3 പ്രാവശ്യം ഇങ്ങനെ കൊട്ടിയിട്ട് അതിൽ വേറെ ജീവികളൊന്നും ഇല്ല, ഉറുമ്പില്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ടേ നമ്മൾ അടുപ്പിലേക്ക് വെക്കാവൂ. കാരണം അതിൽ ഉറുമ്പുണ്ട് എന്ന് അറിഞ്ഞിട്ടും നമ്മൾ കത്തിക്കാൻ തുടങ്ങിയാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വലിയ ശിക്ഷയുള്ള ഒരു കാര്യമാണ്. ഉറുമ്പുകളെ കത്തിക്കാൻ പാടില്ല, കരിക്കാൻ പാടില്ല. അപ്പോൾ ഉസ്താദ്, ഞങ്ങൾ എന്ത് ചെയ്യും? ഉറുമ്പിൻ്റെ ശല്യമാണല്ലോ, ഉറുമ്പിൻ്റെ ശല്യമാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? ഉറുമ്പിനെ കൊല്ലാൻ പാടില്ലെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഉറുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്, എവിടെ നോക്കിയാലും ഉറുമ്പ്. എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ 1-2 കാര്യങ്ങളുള്ളൂ. ഒന്നാമത്തേത്, ഉറുമ്പിനെ കരിക്കാൻ പാടില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, ഉറുമ്പുകളെ കരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കരിക്കുന്നതിന് പകരം കരിക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ ഈ ഉറുമ്പെന്നല്ല, ഏത് ജീവിയാണെങ്കിലും നമുക്ക് ഉപദ്രവമുള്ള ജീവികളെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ. അത് ഉറുമ്പാണെങ്കിലും പാമ്പാണെങ്കിലും എന്താണെങ്കിലും ഉപദ്രവമാണോ എങ്കിൽ കൊല്ലാം. ഉപദ്രവമില്ലേ, അത് അതിൻ്റെ പാട്ടിന് പോയിക്കോളും. ചില സ്ഥലത്തൊക്കെ, ചില വീടുകളിൽ ഈ തണുപ്പുള്ള തിണ്ണയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയാണെങ്കിൽ അതിൽ ഉറുമ്പിങ്ങനെ കട്ട കൂടി നിൽക്കും. ഇങ്ങനെ ചെറിയ കറുത്ത ഉറുമ്പ്, സ്പീഡിൽ പോകുന്ന ഉറുമ്പ്, അതിങ്ങനെ കട്ട കൂടി നിൽക്കും. ചിലപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരൊറ്റ ഉറുമ്പിനെ കാണില്ല, അത് വേറെ സ്ഥലത്തുണ്ടാവും. അങ്ങനെ പോകുന്നു. അത് നമുക്കൊന്നും ഉപദ്രവമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെയൊന്നും കൊല്ലേണ്ട കാര്യമില്ല. പിന്നെ ഈ ചുവന്ന ഉറുമ്പുണ്ടാവും, കടിക്കുന്ന ഉറുമ്പ്, കടിച്ച വേദനയുള്ള ഉറുമ്പുണ്ട്. അത് നമുക്ക് ഉപദ്രവമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കരിച്ച് കളയുന്നതിന് പകരം നമുക്ക് ഉറുമ്പിൻ്റെ പൊടി ഉണ്ടല്ലോ, ഉറുമ്പ് പൊടി, അത് വിതറാം, കുഴപ്പമില്ല. ഉറുമ്പ് പൊടി വിതറാം, അങ്ങനെ കൊല്ലാം, അത് കുഴപ്പമില്ല. ഉപദ്രവമാണെങ്കിൽ മാത്രം. ചിലപ്പോൾ ഇനി ഉറുമ്പ് പൊടിക്ക് വിതറുന്ന സമയത്ത് ആ ഉറുമ്പ് പൊടി അത് വായുവിലേക്ക് പകർന്ന് നമ്മുടെ മക്കളുടെ മൂക്കിലേക്കും വായിലേക്ക് വന്ന് അത് വലിയ അസുഖമുണ്ടാവാനും സാധ്യതയുണ്ട്. ഏറ്റവും നല്ലത് ആത്മീയമായ മരുന്നാണ്. ഉറുമ്പുകൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ഏറ്റവും നല്ലത് ആത്മീയമായ മരുന്നാണ്. ഉറുമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാവാൻ, ഉറുമ്പുകൾ വീട്ടിൽ കുന്നുകൂടിയാൽ, ഉറുമ്പുകളുടെ ശല്യമുണ്ടായാൽ മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, നമുക്കൊരു ഒരായത്തുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തു നംലിൻ്റെ 18ാമത്തെ ആയത്ത്. 2 ബിസ്മിയുള്ള സൂറത്താണ് സൂറത്തു നംല്. ആ സൂറത്തു നംലിൻ്റെ 18ാമത്തെ ആയത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 7 പ്രാവശ്യം ഊതുകയും എന്നിട്ട് നമ്മൾ ഉറുമ്പുകളുള്ള സ്ഥലത്ത് തളിക്കുകയും ചെയ്താൽ ആ ഉറുമ്പുകളുടെ ശല്യം ഒഴിവാകുമെന്ന് ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം. സൂറത്തു നംലിൻ്റെ
18-ാമത്തെ ആയത്ത്. ഏതാണ് ആ 18-ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ-നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഇതാണ് സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ ആയത്ത്. ഈ ആയത്ത് 7 പ്രാവശ്യം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതുകയും അതാ ഉറുമ്പുകൾ, ശല്യമുള്ള ഉറുമ്പുകളുടെ ആ ഒരു സ്ഥലത്തേക്ക് തളിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ്. അപ്പോൾ ഈ കാര്യം മറന്നു പോകേണ്ട ഇതൊരു ആത്മീയമായ മരുന്നാണ്. ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും പരീക്ഷിച്ച് വിജയം കണ്ട ഒരു മരുന്നാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറുമ്പുകളെ കരിക്കാൻ പാടില്ല. അത് ചിരട്ടയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പേപ്പർ എടുത്ത് കത്തിക്കുകയാണെങ്കിൽ അതിലാണെങ്കിലും, അല്ലെങ്കിൽ വിറകാണെങ്കിൽ ചൂട്ടാണ്, ഇതിലാണെങ്കിലും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉറുമ്പ് വീണ ചായ കുടിക്കാമോ ഇല്ലയോ എന്ന ചർച്ച നമ്മൾ ചെയ്തു. പിന്നെ ഉറുമ്പിനെ കൊല്ലാൻ പറ്റുമെന്നുള്ള ചർച്ച ചെയ്തു. പിന്നെ ഉറുമ്പ് വന്നാൽ അതിനെ കളയാനുള്ള ആത്മീയമായ മരുന്ന് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും പഠിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ ഈ മസ്അലകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ, നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർ, അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസ്സാരമായി കാണുന്നതല്ല. മുത്തുനബിയെ സ്വപ്നം കാണുക, അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും, അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام
വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അൽഹംദുലില്ലാഹ്, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും പഠിക്കട്ടെ, അവരും മനസ്സിലാക്കട്ടെ ഈ മസ്അലകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ, നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർ, അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.